ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് റെപ്പിറ്റേറ്റീവ് DNA, മിനിസാറ്റലൈറ്റ് DNA, മൈക്രോസാറ്റലൈറ്റ് DNA. അതിൽ ഫസ്റ്റ് ടോപ്പിക് റെപ്പിറ്റേറ്റീവ് DNA എന്താണെന്ന് നോക്കാം. These are the repeated DNA sequences that are found more than once in the genome of the species. ഒരു സ്പീഷീസിൻ്റെ ജീനോമിൽ ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റായി കാണുന്ന DNA സീക്വൻസിനാണ് നമ്മൾ റെപ്പിറ്റേറ്റീവ് DNA എന്ന് പറയുന്നത്. ഇവർക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. These sequences do not code for proteins. Repetitive DNA was first detected because of its rapid reassociation kinetics. ഇതിൻ്റെ ഒരു റാപ്പിഡ് റിയസോസിയേഷൻ കൈനറ്റിക്സ് വെച്ചിട്ടാണ് ഇതിന് ഫസ്റ്റായി ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത്. ഇവർ പിന്നെ പ്രോട്ടീൻസ് ആയിട്ടൊന്നും കോഡ് ചെയ്യാത്തൊരു തരം സീക്വൻസ് ആയിരിക്കും. The eukaryotic genomes are composed of both unique and repetitive DNA sequences. ഇപ്പോൾ ഒരു eukaryotic genome എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ എന്തൊക്കെ ടൈപ്പ് DNA സീക്വൻസ് കാണാൻ കഴിഞ്ഞു വെച്ചാൽ യുണീക്ക് ആയുള്ള DNA സീക്വൻസസ് ഉണ്ടാവും, റെപ്പിറ്റേറ്റീവ് DNA സീക്വൻസസ് ഉണ്ടാവും. They are highly variable in number and location among individuals in a population. അപ്പോൾ അവർ ലൊക്കേഷനിൽ നോക്കുകയാണെങ്കിലും അതിന് വേരിയബിൾ നമ്പറൊക്കെ അവർ നോക്കുകയാണെങ്കിൽ ഹൈലി വേരിയബിൾ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും ഈ റെപ്പിറ്റേറ്റീവ് DNA പറയുന്നത്. They can be divided into two classes, tandem repetitive sequences and the interspersed repeats. അപ്പം രണ്ട് ക്ലാസ് ആയിട്ടാണ് റെപ്പിറ്റേറ്റീവ് DNA ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അവരാണ് റെപ്പിറ്റേറ്റീവ് സീക്വൻസസ് അവർ തന്നെയാണ് പറയുന്നത് സാറ്റലൈറ്റ് DNA എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഇന്റർസ്പേസ്ഡ് റിപ്പീറ്റ്സും. These sequences exhibit a high degree of polymorphism. Polymorphism ഉദ്ദേശിക്കുന്നത് ഒരാളിൽ നിന്ന് അടുത്തൊരാളിൽ നോക്കുന്ന സമയത്തും ഈ റെപ്പിറ്റേറ്റീവ് DNA നോക്കുകയാണെങ്കിൽ അവരുടെ നമ്പറും അല്ലെങ്കിൽ സീക്വൻസും ഒക്കെ ഒരു വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഒരാളിൽ AC എന്ന് പറഞ്ഞ സീക്വൻസ് ആണ് ഇപ്പം റെപ്പിറ്റേറ്റീവ് DNA കാണുന്നത് വെച്ചാണെങ്കിൽ വേറൊരാളെ നോക്കുന്ന സമയത്ത് അതിന് ആ സീക്വൻസിന് വ്യത്യാസം ഉണ്ടാവും. അതാണ് ഉദ്ദേശിക്കുന്നത് ആ ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം എന്ന് പറഞ്ഞത്. ഓരോ ഇൻഡിവിജ്വൽസിൽ നോക്കുകയാണെങ്കിൽ ഡിഫറൻ്റ് ആയിരിക്കും ഇവരുടെ റെപ്പിറ്റേറ്റീവ് DNA കാണുന്നത്. ഈ സീക്വൻസുകൾക്ക് എക്സിബിറ്റ് ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം എന്ന് പറഞ്ഞു. This due to the number of their repeats units caused by mutations involving serum mechanisms. Serum mechanisms വഴി ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസ് കാരണമാണ് ഇവരിൽ അങ്ങനെ ഉണ്ടാകുന്നത് ഡിഗ്രി ഓഫ് പോളിമോർഫിസം ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഇനി ഇവർ ഈ ഒരു ഹൈപ്പർ വേരിയബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ദീസ് ഹൈപ്പർ വേരിയബിലിറ്റി എമംഗ് റിലേറ്റഡ് ആൻഡ് അൺറിലേറ്റഡ് ഓർഗാനിസംസ് മേക്സ് സം എക്സലന്റ് മാർക്കേഴ്സ് ഫോർ മേക്കിംഗ് ക്യാരക്ടറൈസേഷൻ ഓഫ് ദി ജീനോംസ്. Genotype phenotype correlation, marker assisted selection of crop plants, molecular ecology and diversity related studies. അപ്പോൾ ഇവർ ഓരോ ഇൻഡിവിജ്വൽസിലും ഡിഫറൻ്റ് ആയിരിക്കും, ഹൈലി വേരിയബിൾ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ ഹൈലി വേരിയബിൾ ആയിരിക്കുന്ന ഒരു ക്യാരക്ടർ കൊണ്ട് തന്നെ നമുക്ക് മാർക്കേഴ്സായിട്ടും മാപ്പിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ജീനോമിൻ്റെ ക്യാരക്ടറൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ അവരെ കോറിലേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ അത് ക്രോപ്പ് പ്ലാന്റ്സിൻ്റെയൊക്കെ മാർക്കർ അസിസ്റ്റഡ് സെലക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ മോളിക്കുലർ എക്കോളജിയിലും ഡൈവേഴ്സിറ്റി റിലേറ്റഡ് സ്റ്റഡീസിനൊക്കെ നമുക്ക് ഇത്തരം ഒരു റെപ്പിറ്റേറ്റീവ് DNA സീക്വൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. One class of repetitive DNA termed highly repetitive DNA is found as short DNA sequences. 5 to 100 nucleotides repeated thousands of times in a single long structure. അപ്പോൾ പറഞ്ഞത് ഒരു ക്ലാസ് റെപ്പിറ്റേറ്റീവ് DNA ഒരു ക്ലാസ്സിന് പറയുന്നതാണ് ഹൈലി റെപ്പിറ്റേറ്റീവ് DNA എന്ന് പറയുന്നത് ടേം ചെയ്യുന്നുണ്ട്. അവർ പറയുകയാണെങ്കിൽ 5 to 100 ന്യൂക്ലിയോടൈഡ്സ് ആയിരിക്കും ആ റിപ്പീറ്റ് സീക്വൻസ് ആയിരിക്കും 1000 ടൈംസിൽ റിപ്പീറ്റ് ചെയ്തിരിക്കും ചെയ്യാം. ആ ഒരു 5 to 100 ന്യൂക്ലിയോടൈഡ്സ് പറയുന്നത് ഒരു സിംഗിൾ ലോങ് സ്ട്രെച്ച് തന്നെ. It typically comprises 3 to 10% of the genomic DNA and is predominantly satellite DNA. ഇവരിൽ തന്നെ ഈ റിപ്പീറ്റഡ് DNA നോക്കുകയാണെങ്കിൽ നമുക്ക് 3 to 10% ഓഫ് ദി ജീനോമിക് DNAയും അതിൽ പ്രിഡോമിനൻ്റ് ആയിട്ടാണ് സാറ്റലൈറ്റ് DNA എന്ന് പറഞ്ഞതാണ്. നമ്മൾ പറഞ്ഞു രണ്ട് ക്ലാസ്സസ് ഉണ്ട് പറഞ്ഞു, സാറ്റലൈറ്റ് DNA ഉണ്ട് പറഞ്ഞു, ഇൻഡർസ്പേസ്ഡ് DNA പറഞ്ഞു. അതിൽ സാറ്റലൈറ്റ് DNA ആയിരിക്കും പ്രിഡോമിനൻ്റ് ആയിട്ട് ഉണ്ടാവുക. Another class which comprises 25 to 40% of the DNA and termed modulated repetitive DNA. അതിൽ യൂഷ്വലി കൺസിസ്റ്റിംഗ് സീക്വൻസസ് about 150 to 300 nucleotides in length, dispersed evenly throughout the genome and includes ALU sequences and transposons. അത്തരം ഒരു സീക്വൻസിൽ മെയിനായിട്ട് കാണുന്നത് ALU സീക്വൻസസും ട്രാൻസ്പോസോൺസും ആയിരിക്കും. ഇവരുടെ ആപ്ലിക്കേഷൻസ് ആണ് DNA പ്രൊഫൈലിംഗ്, DNA ഫിംഗർ പ്രിൻറ്റിംഗ്, ജീൻ മാപ്പിംഗ്, ഹ്യൂമൻ ഡിസീസ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് യൂസ്ഡ് ആസ് ജനറ്റിക് മാർക്കേഴ്സ്. അടുത്ത ടോപ്പിക്കാണ് മിനിസാറ്റലൈറ്റ് DNA. It's a section of DNA that consisting of short series of bases 10 to 16 base pairs. ഇവരിൽ വരുന്നത് 10 to 16 base pairs ആണ്. These are occurred in more than 1000 locations in the human genome. These are also known as VNTR, variable number of tandem repeats. സൈസ് നമ്മൾ പറഞ്ഞു 10 to 16 ബേസ് പേഴ്സ് ആണ്. പിന്നെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവരുടെ GC കണ്ടന്റ് റിച്ച് ആയിരിക്കും. ഇവരും ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം കാട്ടുന്നുണ്ട്. കാരണം ഒരു പേഴ്സൺ മറ്റേ പേഴ്സണിലേക്ക് പോകുന്ന സമയത്ത് വേരി ചെയ്യുന്നുണ്ട് ഇവർ. ഷോ ഹയർ റിപ്പീറ്റേഷൻ ദാറ്റ് ഈസ് റിപ്പീറ്റ്സ് 1000 to 10 to 1500 times. Size of VNTR is usually 0.1 to 20 kb used in DNA fingerprinting population genetic studies.
മിനി സാറ്റലൈറ്റ്സ് ആർ പ്രോമിനൻറ്റ് ഇൻ ദി സെൻട്രോമിയേഴ്സ് ആൻഡ് ടീലോമിയർ ഓഫ് ക്രോമസോംസ്. ഇവർ പ്രോമിനൻ്റ് ആയിട്ടുണ്ടാവുക സെൻട്രോമിയറിലും ടീലോമിയേഴ്സ് റീജിയൻസിലാണ്. ഇവർ അറേ പറയുകയാണെങ്കിൽ ഹെട്രോജീനിയസ് സൈഡിൽ ഒരു അറേ ആയിരിക്കും മിനി സാറ്റലൈറ്റ് DNA ക്ക് ഉണ്ടാവുക. ഇത്രയാണ് മിനി സാറ്റലൈറ്റ് DNA പറ്റി പറയാനുള്ളത്. ഇവരുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ മിനി സാറ്റലൈറ്റ്സ് ആർ പർട്ടിക്കുലർ യൂസ്ഫുൾ ഇൻ സ്റ്റഡീസ് ഇൻവോൾവിംഗ് ജനറ്റിക് ഐഡൻറ്റിറ്റി, പാരൻറ്റേജ്, ക്ലോണൽ ഗ്രോത്ത് ആൻഡ് സ്ട്രക്ചർ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വെറൈറ്റീസ് ആൻഡ് കൾട്ടിവേഴ്സ് ആൻഡ് ഫോർ പോപ്പുലേഷൻ ലെവൽ സ്റ്റഡീസ്. Mini satellites are reduced value of taxonomic studies because of hypervariability. ഇനി ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള മൈക്രോസാറ്റലൈറ്റ് DNA എന്താണെന്ന് നോക്കാം. Also called SSRS, Simple Sequence Repeats, or STRS, Short Tandem Repeats, coined by Litt and Luty. 1 to 16 base pairs long simple sequence repeats, 5 to 200 times and total DNA size of 10 to 1000 base pairs. അപ്പം ഈ ഒരു മൈക്രോസാറ്റലൈറ്റ് DNA എന്ന് പറയുകയാണെങ്കിൽ 1 to 6 ബേസ് പേഴ്സ് ലോങ് ആയിട്ടുള്ള സിമ്പിൾ സീക്വൻസ് ആയിരിക്കും. ഇവർ റിപ്പീറ്റ് ചെയ്യുന്നത് 5 to 200 ടൈംസ് ആൻഡ് ടോട്ടൽ സൈസ് ഓഫ് DNA ഇൻ 10 to 1000 ബേസ് പേഴ്സ്. This occurs randomly in all eukaryotic DNA except yeast, located in all eukaryotic regions, leading to some diseases like Fragile syndrome, mitochondrial dystrophy, etc. അപ്പോൾ ഇവരുടെ പ്രത്യേക ക്യാരക്ടർ പറയുകയാണെങ്കിൽ ചില ഡിസീസസിന് ഒരു കാരണമാക്കുന്നുണ്ട്, ലീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ എല്ലാ യൂക്കാരിയോട്ടിക് റീജിയൻസിലും എല്ലാ യൂക്കാരിയോട്സിലും പ്രസൻ്റ് ആണ് എക്സെപ്റ്റ് ഇൻ ഈസ്റ്റ് ഒക്കെ. They are used for determining paternity studies, population genetics, recombinant mapping and linkage studies. And their array is homogeneous. Next ഇവരുടെ applications ആണ് pedigree and gender identification, population genetics and conservation biology, gene tagging and QTL analysis, hybridization and breeding, functional genomics, forensic science, gene mapping, diversity and cultivar analysis, diagnosis and identification of human diseases, taxonomic and phylogenetic studies. ഇത്രയാണ് ഇവരുടെ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഇത് ടാൻഡം റിപ്പീറ്റ് എലമെൻസിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ള പിക്ചേഴ്സാണ് മിനി സാറ്റലൈറ്റും മൈക്രോ സാറ്റലൈറ്റിനെ. അവർ റിപ്പീറ്റ് ചെയ്യുന്ന സീക്വൻസുകളും റീജിയൻസൊക്കെ കാട്ടിയിട്ടുണ്ടെങ്കിൽ